ഈ കലാത്തിയെക്കുറിച്ച് കുറേ വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ്, ഇതിൻ്റെ വെറൈറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കലാത്തിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഹലോ, സജീസ് ഇന്നോവേഷൻസിൻ്റെ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളർഫുൾ ഞാൻ പറയാനുള്ള കാരണം ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്ലാന്റ് തന്നെയാണ് കാരണം. കലാത്തിയ മക്കോയാന എന്ന സയൻറ്റിഫിക് നെയിമും നമ്മൾ സാധാരണ കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അതിൻ്റെ ലീഫിൻ്റെ പാറ്റേണിലെ വൈവിധ്യം കൊണ്ട് പീകോക്ക് പ്ലാന്റ് എന്ന പേരിലും പിന്നെ പ്രയർ പ്ലാന്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ കലാത്തിയ. അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ കലാത്തിയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തന്നെയായിരിക്കും. കലാത്തിയ നമുക്കറിയാം ഇൻഡോർ സെറ്റപ്പിൽ വളരെ നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഇതിന് സൺലൈറ്റ് വേണം, പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ്, ബ്രൈറ്റ് സൺലൈറ്റിലേക്ക് നേരിട്ട് പതിക്കുകയാണെങ്കിൽ ലീവ്സൊക്കെ കരിഞ്ഞു പോകും. എന്നാൽ സൺലൈറ്റ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, ഇതിൻ്റെ വളർച്ച മുരടിക്കുകയും ചെയ്യും. ഈ ലീവ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒന്ന് കൂടിയിട്ട് ഇതിൻ്റെ ബുഷി നേച്ചർ, ആ ഒരു ഭംഗി അങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻഡോർ സെറ്റപ്പിൽ ഏറ്റവും നന്നായിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയ. ഒരു കാര്യം ശ്രദ്ധിക്കുക, കലാത്തിയ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിൻഡോയുടെ സൈഡിലോ മറ്റോ നല്ല പ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ആദ്യം എനിക്ക് എൻ്റെ കലാത്തിയ പ്ലാന്റ് ഒന്ന് കാണിക്കേണ്ടി വരും. ഞാൻ വളരെ ഭംഗിയുള്ളൊരു പോട്ടിലേക്ക് ഇതിനെ ഇറക്കി വച്ചിട്ടുണ്ടെങ്കിലും ഇതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ സെറ്റപ്പ് ഉണ്ടോ, വെറും വെള്ളത്തിലാണ്, ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിലിൽ വെറും വെള്ളത്തിലാണ് ഈ കലാത്തിയെ ഞാൻ വളർത്തിയിരിക്കുന്നത്. ഇങ്ങനൊരു സെറ്റപ്പ് നിങ്ങൾ അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. എനിക്കും കലാത്തിയുടെ അധികം കളക്ഷനൊന്നുമില്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് ഒരു വർഷം മുമ്പ് ഒരു ഫ്ലവർ ഷോയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ ഞാൻ കണ്ടു കലാത്തിയ ഇങ്ങനെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോട്ടിൽസിൽ വളർത്തി ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. എനിക്കും ഒരു കൗതുകം തോന്നി, ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്താലോ ഒന്ന്. എന്തായാലും ആ സമയത്ത് ഇത്തരം ബോട്ടിൽസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ ബോട്ടിൽ വാങ്ങി വന്നു. ബോട്ടിൽ വാങ്ങി 2 കലാത്തിയ പ്ലാന്റും അവിടെ നിന്ന് തന്നെ വാങ്ങിയതിന് ശേഷം ഞാൻ അതിനെ വളരെ കെയർഫുള്ളായിട്ട് മണ്ണിൽ നിന്ന് എടുത്തിട്ട് ആ മണ്ണ് മൊത്തം വാഷ് ചെയ്തതിന് ശേഷം ഈ ബോട്ടിലേക്ക് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുക ചെയ്തത്, നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം. അതായത് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോട്ടിലാണ്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വേര് ഇറക്കി വെക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, ഇതിനകത്തൂടെ നമുക്കിങ്ങനെ വേരിറക്കി പുറത്തേക്ക് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്തത് ഇതിനെ ഈ ബോട്ടിലെ വെള്ളത്തിലേക്ക് അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ സർപ്രൈസിംഗ്ലി ഒരു വർഷമായിട്ട് ഒരു പ്രശ്നവും കൂടാതെ എൻ്റെ കലാത്തിയ വളരെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അക്കാര്യത്തിൽ. വേരുകളൊക്കെ ധാരാളം വരുന്നുണ്ട്, നല്ല ഹെൽത്തിയാണ്, ഇത് കാണാൻ പറ്റും. നല്ല ഗ്ലോസി ആൻഡ് ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, നല്ല ഗ്രീൻ കളറിൽ. ഒരു പ്രശ്നവും ഇതുവരെയും പറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് നടുമ്പോൾ ഒരു പ്രശ്നം, നമ്മൾ സാധാരണ മണ്ണിൽ നടുന്ന പോലെ തന്നെ ഫാസ്റ്റായിട്ട് ലീവ്സ് ഒന്നും വരില്ല. ഇടയ്ക്ക് ലീവ്സ് വരും, പക്ഷേ വളരെ കാലം നല്ല ഗ്ലോസി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഈ കലാത്തിയയ്ക്ക് ഞാൻ കൊടുത്ത പരിചരണം എന്തൊക്കെയാണ്. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്നും ഇഷ്ടമാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വെച്ചതാട്ടോ. എന്തായാലും വെള്ളത്തിൽ വളർത്തുന്ന കാരണം ഞാൻ എൻ്റെ കലാത്തിയെ വാട്ടർ കലാത്തിയ എന്ന് പറയാം കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതിനുശേഷം അത്തരം ബോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ സാധാരണ ഇങ്ങനത്തെ അല്ലാത്ത വെറും വാട്ടർ ബോട്ടിലിട്ട് വെച്ച് നോക്കി, അത്രയും സക്സസ് ആയില്ല. എന്നാൽ ഇത് ഭയങ്കര സക്സസ് ആണ്. അപ്പോൾ ഇതിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് കണ്ടോ, ഇതിൻ്റെ വേരിൻ്റെ ഭാഗം മാത്രം മുങ്ങി നിൽക്കത്തീരിലെ വെള്ളം ഒഴിക്കാറുള്ളൂ. അതിൻ്റെ മേളിലേക്ക് സ്റ്റെമ്മിലേക്ക് വെള്ളം കയറുകയാണെങ്കിൽ ഇത് ചീഞ്ഞു പോകും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ കൊടുക്കുന്ന കെയർ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ആഴ്ചതോറും ഞാൻ വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. ആഴ്ചതോറും മാറ്റുക എന്ന് വെച്ചാൽ ഇത്രയും വലിയ പ്ലാന്റ് ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് തീരുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നം കേട്ടോ. വെള്ളം അത്യാവശ്യം വേണം ഇതിന്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ആഴ്ചയോ 2 ആഴ്ചയോ കൂടുമ്പോൾ ഇതൊന്ന് പുറത്തേക്ക് എടുക്കും. പുറത്തേക്ക് എടുത്തിട്ട് ഏതെങ്കിലും വേരുകളിൽ കേടോ എന്തെങ്കിലും ചീയലോ എന്തുണ്ടെങ്കിൽ ആ വേര് പൂർണ്ണമായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എക്സ്ട്രാ വേരുകളുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ്ട്രാ വേരൊന്നുമില്ല, ഇടയ്ക്ക് ഞാൻ കട്ട് കൊടുത്തേ ഉള്ളൂ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കത്തി കൊണ്ട്, അതായത് സ്റ്റെറിലൈസ് ചെയ്ത കത്തി അല്ലെങ്കിൽ പുതിയ ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി, ആ എക്സ്ട്രാ നിൽക്കുന്ന വേരുകളൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. എന്നാലും പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ബോട്ടിലിനെ നല്ല ഭംഗിയായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ ബോട്ടിൽ നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. കണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ട്.
അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ വേര് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഒരു അല്പം സാഫോ എന്തെങ്കിലും ആൻറ്റി ഫംഗൽ പൗഡർ ഒരു വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ, ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഈ പ്ലാന്റിനെ വീണ്ടും ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത്രയും വെള്ളം പോരാ, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ ഈ കലാത്തിയ ഒരിക്കലും ക്ലോറിനേറ്റഡ് വാട്ടർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ല. ക്ലോറിൻ ചേർന്ന വെള്ളമാണെങ്കിൽ കലാത്തിയ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ടാപ്പ് വാട്ടർ പരമാവധി ഒഴിവാക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ മിനറൽ വാട്ടർ വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിലെ ടാപ്പ് വാട്ടറാണ് ഉള്ളതെങ്കിൽ തലേദിവസം പിടിച്ചു വെച്ച വെള്ളം അടുത്ത ദിവസം രാവിലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ക്ലോറിനൊക്കെ പോയിട്ടുണ്ടാവും ആദ്യം. ഓക്കെ, ഞാൻ കുറച്ചും കൂടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഈ അളവിൽ കണ്ടോ, വേര് മാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ ഇനി ഈ സാഫ് കലർന്ന വെള്ളം കുറേ സമയം വച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളം മാറ്റി കൊടുത്തിട്ട് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം, ഇതിന് എന്ത് വളമാണ് കൊടുക്കുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം. വളമായിട്ട് പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാറുണ്ട്, വെള്ളം മാറ്റുന്ന സമയത്ത് വല്ലപ്പോഴും ഒരിക്കൽ ഇതിൽ വളരെ കുറഞ്ഞ അളവിൽ NPK 19 നമ്മുടെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കുറച്ചളവിൽ, വളരെ കുറച്ചളവിൽ വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കാറുണ്ട്. അത് മാത്രമേ ചെയ്യാറുള്ളൂ. ചിലർ ചാണകം കലക്കി ഒഴിക്കും എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ചാണകം നമ്മൾ പച്ച ചാണകമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഞാനിതിന് കൊടുക്കുന്ന പരിചരണം. ഇനി വേണമെങ്കിൽ ഈ കലാത്തിയ പ്ലാന്റിനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇത്തരം പോട്ടിലേക്ക് നമുക്ക് ഏതെങ്കിലും ഭംഗിയുള്ള പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് കൂടുതൽ ഭംഗിയുള്ളതാക്കാം. പക്ഷേ ഇങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല, വളരെ ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇനി വേറൊന്ന് നമുക്ക് ചെയ്യാവുന്നത് വെച്ചാൽ ഇതിൽ വല്ലപ്പോഴും ഒരിക്കലൊന്ന് മിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിസ്റ്റിങ് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് കലാത്തിയ. ശരിക്കും നമ്മളൊന്ന് മിസ്റ്റ് ചെയ്തിട്ട് ഒരു കോട്ടൺ ടവലോ എന്തെങ്കിലും എടുത്ത് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. അത് ഞാൻ പിന്നെ ചെയ്തോളാം എന്തായാലും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ ഈസി ആയിട്ട്, വളരെ ഒട്ടും എഫേർട്ടില്ലാത്ത രീതിയിൽ നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ഒരു വാട്ടർ കലാത്തിയ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.